ഏവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. അന്നേരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നല്ലൊരു നാളുകൾ ഏവരിലും സന്തോഷവും സമാധാനവും ഐക്യതയും സാഹോദര്യവും ഒത്തുചേരുന്ന ഒരു ദിനങ്ങളിലേക്ക് എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും ഏവരിലും ഉണ്ടാകട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണ. സർവം ബ്രഹ്മാർപ്പണമസ്തു. ഇന്നത്തെ പ്രതിപാദ്യത്തിലേക്ക് കടക്കുകയാണ്. അന്നേരം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. ഇത് വലിയ മുതൽ മുടക്ക് ചെയ്യേണ്ടുന്ന കാര്യമൊന്നുമല്ല. ഏവർക്കും നന്മയാർന്ന ഒരു മനസ്സ് മാത്രം മതി. അത് അനുഷ്ഠിക്കുമെന്നുള്ള വിശ്വാസഭാവത്തിൽ ഇന്നത്തെ പ്രതിപാദ്യം നമുക്കറിയാം. പലവിധ കർമാദികൾ കൊണ്ട്, അതേപോലെ ആചാരനിഷ്ഠകൾ കൊണ്ട്, ഉപാസനാ പദ്ധതികൾ കൊണ്ട് എന്ന് വേണ്ട പല വിധാനത്തിൽ ഭഗവാനെ ആശ്രയിച്ചിട്ടും തോരാത്ത കണ്ണീരും തീരാത്ത ദുരിതവും പേറിയാണ് നമ്മുടെ നിത്യജീവിതം മുന്നോട്ട് പോകുന്നത് എങ്കിൽ സംശയം ഒന്നുമില്ല, നമ്മൾ ഭഗവാനെ സ്മരിച്ചതിൽ അല്ലെ കർത്തവ്യം അനുഷ്ഠിച്ചതിൽ എന്തെങ്കിലും കുറവുകൾ വന്നു ചേരാം. ആ കുറവുകളാണ് നമ്മളുടെ ഉപാസനയിൽ അല്ലെങ്കിൽ ഭക്തിയിൽ അല്ലെങ്കിൽ ആചാരനിഷ്ഠകളിൽ ഒക്കെ നമുക്ക് ദോഷമായി വന്ന് ഭവിക്കുന്നത്. ഈ ദോഷമായി വന്ന് ഭവിക്കുന്നത് മൂലം കഷ്ടതകൾ, രോഗങ്ങൾ, ദുരിതങ്ങൾ, ധനനഷ്ടം, മാനഹാനി, പിന്നെ ശത്രുതാ മനോഭാവങ്ങൾ എന്ന് വേണ്ട നിരവധി കാര്യകർമ്മങ്ങൾ അതിലൂടെ നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സ് എന്തിലേക്ക് പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഭഗവാനെ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? മറ്റുള്ളവരൊക്കെ എന്ത് സുഖമായിട്ട് ജീവിക്കണം, എനിക്ക് മാത്രം എന്തേ ഈ ദുർവിധി എന്നുള്ള ചിന്ത നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അന്നേരം മനുഷ്യജീവിതം എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിലും പരമമായ സത്യത്തെ അല്ലെ ഉണ്മയെ മനസ്സിലാക്കി തരണതാണ് ഈ പ്രപഞ്ചശക്തികൾ. കാരണം ഏത് ജീവിതത്തിലും പ്രതിസന്ധികൾ ഉളവാകണതാണ്. പക്ഷെ നമ്മളതൊന്നും ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം. നമ്മൾ നമ്മുടെ പ്രശ്നം മാത്രമാണ് നോക്കുന്നത്. ഒരുവന് യഥേഷ്ടം ധനമുണ്ട്, ചിന്തിച്ചു നോക്കൂ. പക്ഷേ നേരേ വണ്ണം ആഹാരം ഭുജിക്കുവാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഈ ധനം കൊണ്ട് എന്ത് പ്രയോജനം? അതിന് ധനം എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നമ്മളുടെ ചെറിയ ഗ്രഹമാണ്, നല്ല സന്തുഷ്ടിയുള്ള ഗ്രഹമാണ്, സന്തോഷമുണ്ട്, ചെറിയ ചെറിയ പിണക്കങ്ങളുണ്ട്, ഇണക്കങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ഗ്രഹം, അതേപോലെ തന്നെ രോഗമില്ലാത്ത ശരീരം. അതിന് ഇതാണ് ഏറ്റവും വലിയ ധനികൻ എന്ന സ്വസ്ഥതയോടുകൂടി ഉറങ്ങുവാനും
അതുപോലെ ജോലി ചെയ്യണ കർമ്മങ്ങളിൽ ആരോഗ്യപ്രദമാം വിധം അതിനെ അനുശാസിക്കുവാനും നമുക്ക് കഴിയണോ എന്നുണ്ടെങ്കിൽ ധനം നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ? യഥേഷ്ടം ധനമുളവായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ മറ്റൊരു വിധത്തിലേക്ക് അല്ലെങ്കിൽ ആലാസ്യഭാവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ആയതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ദുഃഖങ്ങൾ നമ്മുടെ മനസ്സിൽ പേറി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു ഉപാധി, ഇത് ഏത് മുഖേന നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും? ദുരിതങ്ങളിൽ നിന്ന് സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമ. താപത്രയങ്ങളെ, ദുഃഖങ്ങളെ നമ്മൾക്ക് എങ്ങനെ മാറ്റുവാൻ സാധിക്കും? അതിനൊരു പോംവഴിയാണ്. നിത്യജീവിതത്തിൽ നമുക്ക് എല്ലാ ദിവസവും അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിലും പറ്റണ ദിനങ്ങളിലെല്ലാം ഇത് അനുഷ്ഠിക്കുക. ഇപ്രകാരം ഒന്ന് അനുഷ്ഠിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ വ്യതിയാനങ്ങൾ വന്നു ചേരും. സന്തോഷകരമാകും, ഐക്യതയുളവാകും, നല്ല വിദ്യകൾ വർദ്ധിക്കും. അതേപോലെ തന്നെ ആയുസ്, ആരോഗ്യം തുടങ്ങിയ കളത്രാദി സുഖഭാവങ്ങൾ നമ്മളിൽ വന്നു ചേരും. അതിന് അനുഷ്ഠിക്കേണ്ടുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തി ബ്രഹ്മമുഹൂർത്തേ ഉത്തിഷ്ഠേത് സ്വസ്ഥോ രക്ഷാർത്ഥമായുഷാം. ബ്രഹ്മമുഹൂർത്തത്തിൽ ശരീരശുദ്ധി വരുത്തി പൂജാമുറിയിൽ 5 ദീപങ്ങൾ നെയ്യ് എന്ന ദ്രവ്യത്താൽ പ്രകാശിപ്പിച്ച് അതിനുശേഷം അതിൻ്റെ ചുവട്ടിലായി നല്ല ശുഭ്രവസ്ത്രധാരിയായി അതീവ ദൃഢനിശ്ചയത്തോടുകൂടി ചമ്രം പടിഞ്ഞിരുന്ന വിഷ്ണു സഹസ്രനാമ ജപം 1008 നാമങ്ങൾ അങ്ങോട്ട് ജപിക്കുക. അത് ശ്രദ്ധയോടുകൂടി വേണം ഇത് അനുഷ്ഠിക്കുവാൻ. ആദ്യം ചൊല്ലണ മാത്രയിൽ നമുക്ക് അക്ഷരത്തെറ്റുകളൊക്കെ വന്നു ചേരും. അങ്ങനെ പലരും വിചാരിക്കും അക്ഷരത്തെറ്റുകൾ അത് ദോഷത്തെ ഉളവാക്കുന്ന ഒന്നല്ലേ. ഒരു ദോഷത്തെയും ഉളവാക്കുകയില്ല. ധൈര്യമായിട്ട് അങ്ങോട്ട് ചെല്ലുക. തെറ്റുകളിൽ നിന്ന് ശരിയിലേക്ക് സഞ്ചരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അത് തെറ്റുകൾ ഇല്ലാതെ ശരി ഉളവാകുകയില്ല. ധൈര്യമായിട്ട് ചൊല്ലുക. അതിനുശേഷം നാമമന്ത്രങ്ങൾ ചൊല്ലി ഭഗവാനെ അങ്ങോട്ട് പൂർണ്ണമായി മനസ്സിൽ കണ്ടുകൊണ്ട് അത് സമർപ്പിക്കുക. സമർപ്പിച്ച് നമ്മുടെ മറ്റ് ഇതര കർത്തവ്യങ്ങളിൽ മുഴുകുക. ശേഷം തിരികെ സന്ധ്യാകാലത്തിൽ ശരീരശുദ്ധിയൊക്കെ വരുത്തി ഇതേപോലെ തന്നെ നിലവിളക്ക് ദീപം ജ്വലിപ്പിച്ച് 5 ദീപങ്ങൾ അതും നെയ്യെന്ന ദ്രവ്യത്താൽ ശേഷം ശുഭ്രവസ്ത്രധാരിയായി ശരീരശുദ്ധി വരുത്തി ശുഭ്രവസ്ത്രധാരിയായി ലളിതാ സഹസ്രനാമ ജപം. അന്നേരം ഇത് രണ്ടും ദിനം നമ്മൾ മറ്റൊരു ആചാര്യനെ അല്ലെ ഒരു ഗുരുനാഥനെ ആശ്രയിക്കേണ്ടുന്ന കാര്യമില്ല. കൃത്യമായിട്ടും ഈ 2 സഹസ്രനാമങ്ങളും നിത്യം നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഒന്ന് അനുഷ്ഠിച്ച് നോക്കൂ. ആദ്യം ഒട്ടേറെ തടസ്സങ്ങളൊക്കെ നമുക്ക് വന്നു ചേരും. ക്രമേണ ആ തടസ്സങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഇല്ലാതെയാകും.
ഒരു ദിവസം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ലെങ്കിലും ഒരു ദിനം നമുക്കുള്ളതായി മാറും. അന്നേരം ആ ദിനത്തിനായിട്ട് നമുക്ക് കൈകോർത്ത് മുന്നോട്ട് നീങ്ങുവാനുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും ദൃഢനിശ്ചയമായ മനസ്സിൽ ഭഗവാൻ കൊണ്ടുതരും എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അല്ല, നമ്മൾ ഉറച്ചൊരു തീരുമാനം എടുക്കുക. ഇന്ന് മുതൽ ഇനി എന്തെല്ലാം ദൂഷ്യഫലങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിരുന്നാലും ഈ ഒരു കർത്തവ്യം ഞാൻ കൃത്യമായിട്ടും അനുഷ്ഠിക്കും. അല്ല, പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മളിലേക്ക് ഈശ്വരൻ്റെ കയ്യൊപ്പ് വന്നെത്തിച്ചേരുക. അപ്പോൾ ഇപ്രകാരം ഒന്ന് അനുഷ്ഠിച്ച് നോക്കുക. അതിന് മാറ്റങ്ങൾ അറിയിക്കുക. അന്നേരം ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അന്നേരം ഇഷ്ടമായവർ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കരികിൽ എത്തിച്ചേരുന്നതാണ്. അത് മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.